ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപ്തിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈ മണിക്കൂറിൽ നമുക്കൊന്ന് ആഴമായി യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സഭാപിതാക്കന്മാർ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് ദൈവപിതാവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ കത്താണ്, ലവ് ലെറ്ററാണ് ദൈവവചനമെന്ന്. ഈ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗീയ പിതാവ് മക്കളായ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലെ ക്രമീകരിക്കേണ്ടതെന്നും നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും ഏത് ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനും ഉത്തരം നൽകുന്ന ഏറ്റവും മനോഹരമായ, നമുക്കാവശ്യമായ, നമ്മളെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡിക്രിയിൽ ഇപ്രകാരം ദൈവവചനത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഭ. തൻ്റെ മക്കളെ അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുന്നതും അവരുമായി സംഭാഷണം ചെയ്യുന്നതുമാണ് ദൈവവചനമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് ദൈവവചനം വായിക്കുമ്പോഴും അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴുമാണ്. ഒരിക്കൽ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അപ്പൻ തൻ്റെ പ്രിയപ്പെട്ട മകന് സമ്മാനമായിട്ട് ഒരു കാറ് അയച്ചു കൊടുത്തു. ആ കാറ് കിട്ടിയ വലിയ സന്തോഷത്തിൽ ഈ മകന് ഉടൻ തന്നെ അത് ഓടിച്ച് എല്ലാവരെയും ഒന്ന് കാണിക്കാനുള്ള അതീവ തീഷ്ണതയാൽ അവൻ വേഗം തന്നെ കാറിൽ ഓയിലൊഴിച്ച് കാറ് സ്റ്റാർട്ട് ചെയ്തു. ഉടൻ തന്നെ വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി കാറ് നശിച്ചു. ഉടൻ തന്നെ ഈ മകന് അപ്പനെ വിളിച്ചിട്ട് ചോദിച്ചു, അപ്പ അവിടുന്ന് സ്നേഹത്തോടുകൂടി അയച്ചു തന്ന ഈ കാറ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും വലിയ ശബ്ദത്തോടുകൂടി അത് പൊട്ടിത്തെറിച്ചു, എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോഴപ്പച്ചൻ ചോദിച്ചു, മോനെ, ഞാൻ ആ കാർ അയച്ചതിൻ്റെ കൂട്ടത്തിൽ നിനക്ക് ആ കാർ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണ് എന്നും അതെങ്ങനെയാണ്, ഏത് ഓയിലാണ് അതിൽ ഉപയോഗിക്കേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് ഞാൻ നിനക്ക് എഴുതി അയച്ചു തന്നിരുന്നല്ലോ, നീ അത് വായിച്ചില്ലേ? അപ്പോഴാണ് മകൻ പറയുന്നത്, അപ്പച്ച, കാറ് കിട്ടി എൻ്റെ സന്തോഷത്തിൽ അപ്പച്ചൻ്റെ ലെറ്റർ ഞാൻ കണ്ടിട്ട് അത് പൊട്ടിക്കാനോ വായിക്കാനോ ഒന്നും സമയം എനിക്ക് കിട്ടിയില്ല. അത് പിന്നീട് വായിക്കാമെന്ന് കരുതി ഞാൻ ഉടൻ തന്നെ കാറ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇന്ന് നമ്മൾ പലതരത്തിലുള്ള തെറ്റുകളിലേക്ക്, അല്ലെങ്കിൽ തടസ്സങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക്, വേദനകളിലേക്ക്, പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ വഴുതി വീണിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ദുഃഖത്തിൽ, ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ സാധിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ: ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് നമുക്കറിവില്ലാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നതെന്ന്. അതെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഉത്തരം തിരുവചനത്തിൽ കൂടി നമുക്ക് ലഭിക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, ഏതു വഴിക്കാണ്, ആരുമായിട്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയോട് എങ്ങനെ പെരുമാറണം, മക്കളോട് എങ്ങനെ പെരുമാറണം, മക്കൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, കുടുംബജീവിതം എങ്ങനെ ക്രമീകരിക്കണം, പൗരോഹിത്യ ജീവിതം, സന്യാസ ജീവിതം, ഏതൊരു ജീവിതമായാലും തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്, എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ കൂടി ഈശോ നമുക്ക് എത്രയോ സ്നേഹത്തോടുകൂടി, എത്രയോ കാരുണ്യത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും എഴുതി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് വായിക്കുവാനും ഉപയോഗിക്കുവാനും നമുക്കാർക്കും സാധിക്കുന്നില്ല. പരിശുദ്ധി അമ്മയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവിടുന്ന് അമ്മ തൻ്റെ ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം
മീഡിയകളിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു, ബൈബിൾ കത്തിച്ച് കളയുന്നു, നശിപ്പിക്കുന്നു. പീഡനങ്ങളും സഹനങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ഒരിക്കലും ആർക്കും നശിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എത്ര ബൈബിളുകൾ കത്തിച്ചു കളഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ വചനം ആർക്കും കത്തിച്ചു കളയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും സ്വന്തമാക്കുവാനും അതുപയോഗിക്കുവാനും മക്കളായ നമ്മളെല്ലാവരും അതനുസരിക്കണമെന്നുള്ളതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയും പ്ലാനും. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ട രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവിന് ആവശ്യമായതെല്ലാം ഞാൻ സംഗ്രഹിച്ചെടുത്തുകൊണ്ടിരുന്നത് തിരുവചനത്തിൽ നിന്നാണ് എന്ന്. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഈ തിരുവചനത്തിൽ കൂടിയാണ്. വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് എന്നാണ് വിശുദ്ധ ജെറോം സഭാപിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ തിരുഹിതം നിറവേറ്റി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവവചനം ദിവസവും വായിക്കുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം നമ്മളെ പഠിപ്പിക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പിൽ കേൾക്കുവാൻ ഇടയായി. ദിവസവും വചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഊർജവും, അദ്ദേഹത്തിന് എന്തു പറയണം, എങ്ങനെ പറയണം, നമ്മുടെ രാജ്യത്തെ എങ്ങനെ നയിക്കണം എന്നുള്ളതിനുള്ള എല്ലാ ഉത്തരവും അദ്ദേഹം തിരുവചനത്തിൽ കൂടിയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എത്ര പേരുണ്ട് ദിവസവും വചനം ഒരധ്യായമെങ്കിലും വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? ഇന്ന് മാതാപിതാക്കളെല്ലാവരും മക്കളെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാനുള്ള തിരക്കിലാണ്. അവർക്ക് വേണ്ട ഏറ്റവും നല്ല അഡ്മിഷൻ എവിടെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ച് ഓടി നടക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മക്കളെ എത്ര പേരുണ്ട് വചനം പഠിപ്പിക്കുവാൻ, വചനം വായിക്കുവാനായിട്ട് അവരോട് പറയുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ? ഒരിക്കൽ ഞാൻ കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ ഒരു 3 വയസ്സുള്ളൊരു കുട്ടിയും അമ്മയും ധ്യാനിക്കാൻ വന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ കൊച്ച് ചെയ്യുന്ന വചനം പറയുന്നത് കേട്ടപ്പോൾ ഒത്തിരി അതിശയം തോന്നി. കാരണം ഏതെങ്കിലും ഒരു സങ്കീർത്തന ഭാഗം നമ്മൾ അധ്യായം പറഞ്ഞു കഴിയുമ്പോൾ ആ കൊച്ച് ഒരു വാക്കുപോലും തെറ്റാതെ അധ്യായങ്ങൾ ഇങ്ങനെ ഉരുവിടുകയാണ്. ഓരോ വചനങ്ങളും സങ്കീർത്തനങ്ങൾ മാറി മാറി പറയുകയാണ്. അപ്പോഴെല്ലാവരും വചനം ധ്യാനിക്കുവാനായിട്ട് വന്ന എല്ലാ മക്കളുടെ മുമ്പിൽ ഈ കൊച്ചിനെ സ്റ്റേജിൽ കയറ്റി നിർത്തിക്കൊണ്ട് അവസാനത്തെ ദിവസം കൊച്ചിനോട് കുറച്ച് സങ്കീർത്തന ഭാഗങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ കേട്ടിരുന്നവരുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ ചോദിച്ചു, മോൾക്ക് എങ്ങനെയാണ് ഈ വചനം പഠിക്കാൻ സാധിച്ചത്? അപ്പോഴാ കൊച്ചിൻ്റെ അമ്മ പറയുകയാണ്, ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ, ഈ കുഞ്ഞിനെ ഗർഭിണിയായി ഇരിക്കുന്ന സമയത്ത് ബൈബിൾ പഠിക്കുകയും ലോഗോസ് ക്വിസിൽ പരീക്ഷ എഴുതുവാൻ വേണ്ടി ഞാൻ തയ്യാറാകുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ അമ്മ പഠിച്ചതും വായിച്ചതും സ്വന്തമാക്കിയതും ആ ഉദരത്തിൽ കടന്ന ശിശുവിൻ്റെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ആ കൊച്ചിനെ ജനിച്ചു കഴിഞ്ഞ് ബൈബിൾ വായിക്കാനോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് അമ്മയിൽ നിന്ന് ആദ്യമായി കേട്ടതും അറിഞ്ഞതുമായ ദൈവത്തിൻ്റെ വചനം ആ കൊച്ചിനെ സ്വാധീനിച്ചു. ഇതുപോലെ നല്ല ഒരു മക്കളെ വാർത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നല്ല മക്കൾക്ക് ദൈവവചനത്തിൻ്റെ സ്വാധീനവും ശക്തിയും അനുഭവിച്ചറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മാതാപിതാക്കളായ നിങ്ങൾ ആദ്യം വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കും. അതവരെ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിയണം.
ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭാര്യയും ഭർത്താവും അവരുടെ കടബാധ്യത മൂലം അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കാതെ അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വെച്ചും ബാക്കിയുള്ളവരെല്ലാം വന്ന് കടം മേടിച്ചവരൊക്കെ വന്ന് കടം തിരിച്ചതാ, പൈസ താന്നും പറഞ്ഞ് ശല്യപ്പെടുത്തുകയാണ്. ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. നാണക്കേടും അപമാനവും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ മാതാപിതാക്കൾ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചിരുന്ന് ഒരു തീരുമാനമെടുത്തു. നമുക്ക് 2 പേർക്കും കൂടി അല്പം വിഷം വാങ്ങിച്ച് അങ്ങ് മരിക്കാം. ഇതല്ലാതെ മറ്റൊരു മാർഗം ഇനി എൻ്റെ കൺമുമ്പിലില്ല. എന്തു ചെയ്യണം? അപ്പോൾ ഭാര്യയും പറഞ്ഞു, ശരിയാണ്, നാണക്കേട് സഹിക്കാൻ പറ്റുന്നില്ല, ആരും നമ്മളെ സഹായിക്കാനില്ല, നമുക്കൊരു രക്ഷയുമില്ല, അതുകൊണ്ട് മരിക്കാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഭർത്താവ് പറഞ്ഞു, നീ എന്നാൽ അടുക്കളയിൽ പോയി അത്താഴമുണ്ടാക്ക്, ഞാൻ കടയിൽ പോയി വിഷം വാങ്ങിച്ചു കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് വിഷം വാങ്ങിക്കുവാനായിട്ട് പോയപ്പോൾ ഇവരുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമോള് ഓടി വന്നിട്ട് മമ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, മമ്മി, ഇന്നെനിക്ക് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം വേണ്ട, ഞാനിന്ന് മമ്മിയുടെ വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോഴമ്മ ചോദിച്ചു, എന്താ മോളെ നീ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ നീ ഇപ്പോഴിവിടെ നിന്ന് പോകുന്നത്? അപ്പോഴവൾ പറയുകയാണ്, മമ്മിയും പപ്പയും കൂടി ഈ മുറിയിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നതെല്ലാം ഞാൻ എൻ്റെ മുറിയിലിരുന്നു കേട്ടു. പപ്പയും മമ്മിയും നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിതം അവസാനിപ്പിക്കാനില്ല, ഞാൻ മരിക്കാൻ തയ്യാറല്ല. അപ്പം അമ്മ ചോദിച്ചു, അതെന്താ മോളെ, നമുക്കൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചത്? അപ്പോൾ ആ കൊച്ചു പറയുകയാണ്, മമ്മി, ഞാൻ കാറ്റഗിസം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കാറ്റഗിസം സിസ്റ്റർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവവും നശിപ്പിക്കുമെന്ന് മമ്മി, എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ്. മമ്മി, ഞാൻ ഈ ജീവിതം നശിപ്പിക്കുമ്പോൾ, നമ്മൾ ഈ ജീവിതം നശിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതവും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് നിത്യജീവൻ ലഭിക്കത്തില്ല മമ്മി. അതുകൊണ്ട് നമുക്ക് മരിക്കണ്ട മമ്മി, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, നമ്മുടെ ഈ ജീവിതം നശിപ്പിക്കുവാൻ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ ശ്രവിക്കുന്നവർ ആരെങ്കിലും കടബാധ്യത മൂലം ജീവിതത്തിൽ നിരാശയിലോ വേദനയിലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം അസ്വസ്ഥമായ മനസ്സുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനമെടുത്തൊന്ന് വായിക്ക്. നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരം അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിൻ്റെ അപ്പൻ വിഷവും വാങ്ങിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, നമുക്ക് മരിക്കേണ്ട. ആ വിഷക്കുപ്പി വലിച്ചെറിഞ്ഞിട്ട് ആ 3 പേരും നന്നായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം അവർക്ക് കിട്ടി. അവരെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ കരം അവരനുഭവിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ട ആത്മഹത്യയിൽ നിന്ന് ഒരു കുടുംബത്തെ രക്ഷിച്ചത് അവരുടെ പ്രിയപ്പെട്ട കൊച്ചുമോളാണ്. ഇതുകൊണ്ടാണ് മാതാപിതാക്കളെ, മക്കളെ നിങ്ങൾ വചനം പഠിപ്പിക്കണം. ആ വചനത്തിൻ്റെ ശക്തി അവരെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വന്നാലും, നിങ്ങളില്ലെങ്കിലും, നിങ്ങൾ അവരുടെ കൂടെയില്ലെങ്കിലും, ആരും അവരെ സഹായിക്കാനില്ലെങ്കിലും, ഇതുപോലുള്ള ദുർബല നിമിഷത്തിൽ ചിലപ്പോൾ അവർക്ക് ശക്തിയായി, താങ്ങായി, തണലായി ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തെ നയിക്കുമെന്നുള്ളത് നമുക്ക് ഈ കുഞ്ഞിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമെന്ന്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലെ നയിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും. ഏത് പ്രതിസന്ധിയിലും, ആരും നമ്മളെ സഹായിക്കാനില്ലെന്ന് നമ്മൾ കരുതുന്ന നിമിഷത്തിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് താങ്ങായി, തണലായി നമ്മുടെ കൂടെ നയിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിയുന്നത് തിരുവചനത്തിൽ കൂടിയാണ്.
തിരുവചനം നമ്മൾ വായിക്കണം, അത് പഠിക്കണം, അത് പഠിപ്പിക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗ്രതയോടുകൂടി അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലുകളിന്മേലും പടിൽവാതിൽക്കൽമേലും എഴുതണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ ദൈവവചനം മക്കളെ പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ പ്രഘോഷിക്കാൻ തയ്യാറാകണം. ഞാൻ ഓർക്കുകയാണ്, എവിടെയൊക്കെ നമുക്ക് വചനം പ്രഘോഷിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുവാൻ അവസരം കിട്ടുമ്പോൾ നമ്മളത് വേണ്ട എന്ന് വെക്കരുത്. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ, അതെത്ര വലിയ പ്രശ്നമുണ്ടായാലും അതിനെ നമ്മൾ നേരിടുവാൻ തയ്യാറാകണം. ഒരിക്കൽ ഞാൻ കൊളത്തുവേലിയിലായിരിക്കുമ്പോൾ എന്നോട് ഞങ്ങളുടെ സ്ഥാപക പിതാവായ CJ വർക്കിയച്ചൻ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ ക്രിസ്ത്യൻ ജീസസ് യൂത്തിൻ്റെ ധ്യാനം നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടി, അവിടെയുള്ള കുട്ടികളെ കുമ്പസാരത്തിനൊരുക്കുവാൻ വേണ്ടി പോയി ക്ലാസ് എടുത്തു കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുവാനായിട്ട് പോകാൻ എല്ലാം തയ്യാറായി. എൻ്റെ മദർ ജനറലിൻ്റെ അടുക്കൽ ചെന്ന് അനുവാദം മേടിച്ചു. മദറിനോട് ഞാൻ പറയുകയാണ്, മദറെ, ഇന്ന് പ്രൊവിഡൻസ് കോളേജിൽ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ആ സമയത്ത് മദർ എന്നോട് ചോദിച്ചു, നീ എന്താ ഇപ്പോഴീ സമയത്ത് പോകുന്നത്? എല്ലായിടത്തും ശക്തമായ മഴയാണ്, ഒരാഴ്ചയായി മഴ തോർന്നിട്ടില്ല. പേരാമ്പ്രയും കോഴിക്കോട് മുഴുവനും വെള്ളത്തിൽ മുങ്ങി ബസ്സുകളെല്ലാം നിർത്തിയിട്ടിരിക്കുക, നീ പത്രമൊന്നും വായിക്കുന്നില്ലേ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മദറെ, അത്യാവശ്യമല്ലേ, ഇന്ന് പോകണമെന്ന് പറഞ്ഞ ദിവസമാണ്, അച്ഛൻ പറഞ്ഞിട്ടാണ്, പോകാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ, എന്ത് ചെയ്യണം? അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനോട് ചെന്ന് പറ, പോകാൻ പറ്റത്തില്ല, വണ്ടിയൊന്നുമില്ല, വഴിയെല്ലാം ബ്ലോക്കാന്ന് ചെന്ന് പറ, പോകണ്ട എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ മുറിയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛനപ്പോൾ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ, ഇതാണ് ഇന്ന് പ്രൊവിഡൻസ് കോളേജിൽ കുമ്പസാരത്തിന് കുട്ടികളെ ഒരുക്കുവാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരുന്ന ദിവസമാണ്. പക്ഷേ മഴയും വെള്ളവും ഒക്കെ കാരണം വെള്ളം പൊങ്ങി ബസ്സൊന്നും ഓടുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം പോകണ്ട എന്നാണ് മദർ പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അച്ഛൻ ബൈബിൾ തന്നെ വായിച്ചുകൊണ്ട് എൻ്റെ മുഖത്തോട്ട് പോലും നോക്കാതെ താഴോട്ട് തന്നെ നോക്കിയിരുന്നുകൊണ്ട് അച്ഛനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ത്യാഗങ്ങളും സഹനങ്ങളും സഹിച്ച് കുന്നും മലയുമെല്ലാം കയറി എത്രയോ ദൂരം യാത്ര ചെയ്തിട്ടാണ് വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മോൾക്കറിയില്ലേ? ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ വചനം പ്രഘോഷിക്കണമെന്ന് അവിടെ അച്ഛൻ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ഞാൻ വേഗം ഒന്നും മറുപടി പറഞ്ഞില്ല, ഒരു തടസ്സവും പറഞ്ഞില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കരുതി, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്താ, അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്, എനിക്കൊരു പേടിയും തോന്നിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെട്ടു. പേരാമ്പ്ര ചെല്ലുമ്പോഴിതാ 5 മിനിറ്റ് മുമ്പാണ് ഏതാനും ചില ബസ്സുകൾ യാത്ര തുടങ്ങി. ആ ബസ്സിൽ കയറി ഞാൻ കോളേജിലെത്തി. കോളേജിൽ ചെന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സന്ധ്യയാകും. എനിക്ക് ആരും കൂട്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനും കൂടിയുണ്ട്. അപ്പോഴതാ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അടുത്ത ബസ്സിന് പോകാൻ വേണ്ടി ഇറങ്ങി വരുമ്പോഴത്തേനും കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന 2 ചേച്ചിമാർ അവിടെ കുട്ടികൾക്ക് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിമാരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവം ഇവിടെ എന്നെ രക്ഷിച്ചു, കൂട്ടുണ്ടല്ലോ, അവിടം വരെ പോകാമെന്ന് കരുതി, ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാമെന്ന് കരുതി ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവർ പോകാനിരുന്ന ബസ്സിൽ അവർക്ക് താമരശ്ശേരി കൂടിയാണ് പോകേണ്ടത്. പക്ഷേ ആ ഭാഗത്തേക്കുള്ള ബസ്സില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു, സിസ്റ്ററിൻ്റെ കൂടെ ഞങ്ങളും പേരാമ്പ്ര കൂടി വരാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി, ഏതായാലും കൂട്ടുണ്ടല്ലോ അങ്ങ് വരെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഇതാ അവർക്ക് പോകാനുള്ള താമരശ്ശേരി ബസ് ഒരെണ്ണം വരുന്നു. ഉടനെ തന്നെ അവർ പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾക്കുള്ള ബസ് കിട്ടി, ഞങ്ങൾ ആ വഴിക്ക് പോകുക, സിസ്റ്റർ പൊക്കോ. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല, അന്ന് മൊബൈലൊന്നുമില്ല,
സാധിച്ചില്ല. പേരാമ്പ്രയിൽ വന്നു കഴിയുമ്പോൾ ഏകദേശം സമയം 7 മണിയാകും. ഈ സമയത്ത് കൊളത്തുവെല്ലിലേക്ക് പോകാനുള്ള ബസ്സുകളോ ഓട്ടോറിക്ഷയോ ജീപ്പോ ഒന്നും ലഭിക്കത്തില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അവരുമില്ലല്ലോ, ഇനി എങ്ങനെ ഞാൻ പോകുമെന്ന് കരുതി ബസ്സിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ജപമാല എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ യാത്ര തുടർന്നു. പേരാമ്പ്ര വന്ന് ബസ് ഇറങ്ങി ഏകദേശം 8 മണി സമയമായി. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു ചെറിയ പേടിയുണ്ട്. കോൺവെൻറ്റിലുള്ള എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചിരിക്കുകയാണ്, എന്താണ് എപ്പോഴാണ് എത്തുന്നതെന്നോർത്ത്. എൻ്റെ മനസ്സിലെ ടെൻഷൻ ഒക്കെ മനസ്സിലൊതുക്കിക്കൊണ്ട് ഞാൻ ബസ് ഇറങ്ങി പേരാമ്പ്ര ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇതാ എൻ്റെ അടുത്തേക്ക് കുളത്തുവയിലുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിട്ട് പറയുകയാണ്, സിസ്റ്ററെ, ഞാൻ സിസ്റ്ററിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, സിസ്റ്റർ വണ്ടിയെ കയറിക്കോ, ബാ നമുക്ക് കുളത്തുവയിലേക്ക് പോകാമെന്ന്. എനിക്ക് അതിശയം തോന്നി. ഞാൻ ചോദിച്ചു, മോനെ, നീ എങ്ങനെയാണ് ഇപ്പോഴിവിടെ വന്നത്? ഞാൻ ഈ ബസ്സിൽ വരുമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അപ്പോഴവൻ പറയുകയാണ്, സിസ്റ്ററെ, ആ ചേച്ചിമാർ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ ഈ ബസ്സിന് വരുന്നുണ്ട്, സിസ്റ്ററിനെ പേരാമ്പ്രയിൽ പോയി കൂട്ടിക്കൊണ്ട് കോൺവെൻറ്റിൽ കൊണ്ടുപോയി ആക്കണമെന്നുള്ളത്. ആ സമയത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ കരുതി, എത്രയോ വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് റിസ്ക് എടുത്തുകൊണ്ട്, അതുപോലെ ഏത് പ്രതിസന്ധിയാണെങ്കിലും പേടിക്കാതെ ഭയമില്ലാതെ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തീരുമാനമെടുത്ത് ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം, സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എത്ര ദൂരം യാത്ര ചെയ്ത് എവിടെയെല്ലാം പോകണമെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനവുമായിട്ട് പോകുവാൻ ഞാൻ ഒരിക്കൽ പോലും ഒരു തടസ്സവും മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം തിരുവചനത്തിൽ കൂടി നമുക്ക് ലഭിക്കും. നമ്മുടെ രോഗമായിരിക്കാം, തകർച്ചയായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, പരാജയമായിരിക്കാം, ദൈവത്തിൻ്റെ വചനം നമ്മളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്നും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിയാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ പോലെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, അമ്മേ മാതാവേ, അമ്മയുടെ മൂലഹൃദയത്തിലേക്ക് മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ അമ്മ വചനത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ജീവിക്കുവാൻ, വചനം വായിക്കുവാൻ, എല്ലാ ദിവസവും ബൈബിൾ ഒരധ്യായമെങ്കിലും വായിക്കാനുള്ള തീരുമാനം ഞങ്ങളിതാ ഈ നിമിഷം എടുക്കുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തിൻ്റെ സത്യവചനം ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.